നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഏറെ നിർണായകമായ ഒരു തീരുമാനം UAE പുറത്തുവിട്ടത്. പാസ്പോർട്ടിൽ വിസ പതിക്കുന്നത് നിർത്തിയതായുള്ള റിപ്പോർട്ടുകളാണ് UAE കഴിഞ്ഞ ദിവസം ഏറെ നിർണായകമായി പുറത്തുവിട്ടത്. ഇത് പ്രവാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് പലതുമുണ്ട്. രാജ്യത്ത് റെസിഡന്റ് വിസയുള്ളവർക്ക് ഇനി മുതൽ പാസ്പോർട്ടിന് പകരം എമിറേറ്റ്സ് ID ഉപയോഗിക്കാവുന്നതാണ്. അതായത് വ്യക്തിഗത വിവരങ്ങൾ, ജോലി ചെയ്യുന്ന കമ്പനിയുടെ പേര്, തസ്തിക, കാർഡ് നമ്പർ, കാലാവധി, ഇഷ്യൂ ചെയ്ത എമിറേറ്റ് ID തുടങ്ങിയ വിസയിലെ വിവരങ്ങളെല്ലാം എമിറേറ്റ്സ് IDയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാസ്പോർട്ടിൽ വിസ പതിക്കുന്നത് ദുബായിൽ നിർത്തുകയായിരുന്നു. UAE-യിലേക്കുള്ള വരവും പോക്കും എളുപ്പമാക്കാൻ ലക്ഷ്യമാക്കിയുള്ളതാണ് ഈ പുതിയ മാറ്റമെന്നും ശ്രദ്ധിച്ചുകൊള്ളുക. രാജ്യത്തെ മറ്റ് എമിറേറ്റുകളിൽ പാസ്പോർട്ട് രഹിത സൗകര്യം കഴിഞ്ഞ മെയ് മുതൽ തന്നെ നിലവിൽ വന്നിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ദുബായിൽ വിസ പതിപ്പിക്കുന്നത് നിർത്തിയത്. ഇതോടെ ഏത് എമിറേറ്റിലേക്കും പാസ്പോർട്ട് ഇല്ലാതെ തന്നെ വിമാനയാത്ര ചെയ്യാനും സാധ്യമാകുന്നതാണ്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്കും നിലവിലെ വിസ പുതുക്കുന്നവർക്കും എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയ എമിറേറ്റ്സ് ID ഇനി മുതൽ ലഭിക്കുക. എന്നാൽ നിലവിൽ കാലാവധിയുള്ള വിസക്കാർക്ക് പാസ്പോർട്ട് ഉപയോഗിച്ചും യാത്ര ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പാസ്പോർട്ട് നമ്പറോ എമിറേറ്റ്സ് ID ഉപയോഗിച്ച് എയർലൈനുകൾക്ക് യാത്രക്കാരന്റെ താമസ നില പരിശോധിക്കാവുന്നതാണ്. മറ്റ് വിദേശ രാജ്യങ്ങളിലെ എമിഗ്രേഷനിൽ പാസ്പോർട്ട് റീഡർ മുഖേന എമിറേറ്റ്സ് ID കാർഡിലെ വിവരങ്ങൾ ലഭിക്കുമെന്നതിനാൽ യാത്രയ്ക്കും തടസ്സമുണ്ടാകില്ല. ഇതുകൂടാതെ തന്നെ വികസനത്തിന്റെ പുതിയ വികായസുകൾ തേടിയിരിക്കുകയാണ് ദുബായ് നഗരം. ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാന്റെ രണ്ടാം ഘട്ടത്തിന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അംഗീകാരം നൽകിയിരിക്കുകയാണ്. നഗരകേന്ദ്രങ്ങളിൽ മെച്ചപ്പെടുത്തൽ, ദുബായ് റിയൽ എസ്റ്റേറ്റ് സ്ട്രാറ്റജി, നഗര കാർഷിക പദ്ധതി, പൈതൃക സംരക്ഷണ പദ്ധതി, 20 മിനിറ്റ് സിറ്റി പോളിസി വികസിപ്പിക്കൽ, കാൽനടപ്പാത ശൃംഖല വികസിപ്പിക്കൽ എന്നിവ ഉൾപ്പെടെ 10 പ്രധാന മേഖലകളിലെ നിരവധി പദ്ധതികൾ ഉൾപ്പെട്ടതാണ് ദുബായ് അർബൻ മാസ്റ്റർ പ്ലാന്റെ രണ്ടാം ഘട്ടം. ദുബായ് 2040 അർബൻ മാസ്റ്റർ പ്ലാന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായ 17 പദ്ധതികളുടെയും സംരംഭങ്ങളുടെയും പുരോഗതിയും ദുബായ് ഭരണാധികാരി അവലോകനം ചെയ്യുകയുണ്ടായി. ദുബായ് നഗര വികസനത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ പ്രധാന പദ്ധതികളെക്കുറിച്ച് ദുബായ് സുപ്രീം കമ്മിറ്റി ഓഫ് അർബൻ പ്ലാനിംഗ് ചെയർമാൻ മത്താർ അൽ തായർ ദുബായ് ഭരണാധികാരി മുമ്പാകെ വിശദീകരിച്ചു. ദുബായ് കിരീടാവകാശിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, ദുബായ് ഡെപ്യൂട്ടി ഭരണാധികാരിയും ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തും ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ആൻഡ് ഗ്രൂപ്പിന്റെ ചെയർമാനും ചീഫ് എക്സിക്യൂട്ടീവുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തും, ദുബായ് മീഡിയ കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും, ദുബായ് ബോർഡർ സെക്യൂരിറ്റി കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് മൻസൂർ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവരും ചടങ്ങിൽ സംബന്ധിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.